കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന്റെ ഒരു സെറ്റ് പത്രിക തള്ളി. 2 സെറ്റ് പത്രിക വിശദ പരിശോധനയ്ക്കായി മാറ്റി. അമ്പലപ്പുഴയിലെ അവര സ്ഥാനാർത്ഥി VK സുധാകരന്റെ പത്രിക തള്ളിയിട്ടുണ്ട്. ലിഡിയ ജേക്കബ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ലിഡിയ, ഈ UDF സ്ഥാനാർത്ഥി കുട്ടനാട്ടിലെ റെജി ചെറിയാന്റെ പത്രിക തള്ളിയത് എന്തുകൊണ്ടാണ്? ഈ അമ്പലപ്പുഴയിൽ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ VK സുധാകരന്റെ പത്രിക, അവര സ്ഥാനാർത്ഥിയാണ്, സുധാകരന്റെ പത്രികയും തള്ളിയിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള കാരണങ്ങൾ? ആലപ്പുഴ ജില്ലയിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. അത്തരത്തിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് അല്പം മുമ്പ് കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള റെജി ചെറിയാന്റെ ആദ്യ സെറ്റ് പത്രിക തള്ളിയിരിക്കുന്നത്. നാമനിർദ്ദേശകരുടെ ഒപ്പ് ഉണ്ടായിരുന്നില്ല എന്ന കാരണത്താലാണ് ആദ്യ സെറ്റ് പത്രിക തള്ളിയത്. 2 സെറ്റ് പത്രിക കൂടിയുണ്ട്, അത് വിശദമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ LDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഈ റെജി ചെറിയാന്റെ കേസുകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല, അത് ഹാജരാക്കിയിട്ടില്ല, അതിൽ വ്യക്തതയില്ല എന്നത് സംബന്ധിച്ചുള്ള ആക്ഷേപവും കാര്യങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. അത് സംബന്ധിച്ച് ഉള്ള പരിശോധനയ്ക്കായിട്ടാണ് രണ്ടാമത്തെ സെറ്റ് പത്രികകൾ, 2 സെറ്റ് പത്രികകൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് മാറ്റിയിരിക്കുന്നത്. അതായത് അടുത്ത ദിവസമായിരിക്കും ആ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടക്കുക. അതേസമയം കുട്ടനാട്ടിലെ G സുധാകരനെതിരെയുള്ള അപര സ്ഥാനാർത്ഥി, അതായത് VK സുധാകരൻ, പാതിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള VK സുധാകരന്റെ പത്രിക തള്ളിയിരിക്കുകയാണെന്നുള്ളതാണ്. സത്യവാങ്മൂലം പൂർണ്ണമല്ല എന്ന കാരണത്താലാണ് പത്രിക തള്ളിയിരിക്കുന്നത്. 2ാം തവണയും സത്യവാങ്മൂലം, ആദ്യത്തെ തവണ സത്യവാങ്മൂലം പൂർണ്ണമല്ലാത്തതിനെ തുടർന്ന് 2ാം തവണയും ഇത്തരത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു, അതും പൂർണ്ണമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വോട്ടർ പട്ടികയുടെ പകർപ്പ് കൂടി ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ പരിഗണിച്ചാണ് ഈ പാതിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള സുധാകരൻ വെളിയിൽ എന്നയാളുടെ പത്രിക കൂടി തള്ളിയിരിക്കുന്നത്. എന്തായാലും G സുധാകരന്റെ അപര സ്ഥാനാർത്ഥിയായിരുന്നു VK സുധാകരൻ എന്നുള്ളതാണ്. ആ പത്രിക കൂടി തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല റെജി ചെറിയാന്റെ പത്രിക വിശദമായിട്ടുള്ള പരിശോധനയ്ക്കായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പത്രികകളുടെയൊക്കെ സൂക്ഷ്മ പരിശോധനകൾ തുടരുകയാണ്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.